അമ്മാവൻ എത്താൻ അല്പം വൈകിരുന്നേ പയ്യൻവള്ളി കൊമ്പന്റെ കഥ കഴിഞ്ഞ തന്നെ. പോലീസുകാർ തോക്കും ചൊന്ന് നിൽക്കായിരുന്നില്ലേ? അമ്മാവനെ കണ്ടതും ആനയൊന്നും ഞെട്ടി. മതമിളകി വെളിവില്ലാതെ നിൽക്കാന്ന് വെച്ചാലും അമ്മാവനെ കണ്ടപ്പോ അവന് മനസ്സിലായി സംഗതി വഷളാവുന്നു. അമ്മാവൻ ആനയുടെ നേരെ നിന്ന് മനസ്സിലെന്തോ ജപിച്ചു. പിന്നെ അവിടെ നടന്ന ഒരു അംഗം തന്നെ ആയിരുന്നു. എന്റെ ശ്രീധര, നീ ഇതൊന്നും ഇവിടെ വന്ന് പറയാണ്ടിരിക്കൂ. ആനയെ തളയ്ക്കാൻ പോയി തിരിച്ചു വരണവരെ എനിക്കൊരു സമാധാനവും ഉണ്ടാവില്ല. ശ്രീധരേട്ടൻ പറഞ്ഞത് മുഴുവനും അമ്മ ഇങ്ങോട്ട് വിശ്വസിക്കൊന്നും വേണ്ട. കൊറേയൊക്കെ കൂട്ടിച്ചേർത്താവും അല്ലേ ശ്രീധരേട്ടാ? എന്തിന്? ആനയെ മെരിക്കാനും ചികിത്സിക്കാനും വടക്കേപ്പാട്ട് രാഘവക്കുറുപ്പിന് വെല്ലാൻ വേറെ ആരാ ഈ നാട്ടിലുള്ളത്? രാഘവക്കുറുപ്പില്ലായിരുന്നെങ്കിൽ ഈ നാട്ടിൽ ആനകളൊക്കെ കഷ്ടത്തിലായനെ. ഞാനിവിടെ വന്ന് അന്ന് തുടങ്ങി കേൾക്കണതാ ശ്രീധരന്റെ ഈ സ്തുതിഗീതം. ആനവൈദ്യനെന്ന് വെച്ചാ കളക്ടറുടെ പദവിയല്ലേ? അനുമോളോട് ക്ലാസ്സിൽ വെച്ചൊരു കുട്ടി ചോദിച്ചുത്രേ, ഗ്രാൻഡ് ഫാദർ ആനപ്പാപ്പനാണോന്ന്. കുട്ടികൾക്ക് പോലും നാണക്കേടായിരിക്കണു. ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് നിർത്താൻ പറഞ്ഞൂടെ നിനക്ക്? ഞാൻ ചെന്ന് പറഞ്ഞ അനുസരിക്കുന്ന ആളല്ല അച്ഛൻ. നീ എന്താ ശ്യാമളെ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? എത്ര നാളെന്ന് വെച്ചാ അച്ഛന് പേടിച്ച് ഇങ്ങനെ കഴിയാ? എഞ്ചിനീയറായിട്ട് എന്താ വിശേഷം? ഒന്ന് ഉറക്ക തുമ്മണോന്ന് വെച്ചാ അച്ഛനോട് അനുവാദം ചോദിക്കണം. എന്താ ഉള്ളേന്ന് വെച്ചാ കിട്ടിയിരുന്നെങ്കിൽ ഒരു വീട് വെച്ച് എങ്ങോട്ടെങ്കിലും മാറായിരുന്നു. അതെങ്ങനെയാ? ചോദിക്കാൻ മക്കാർക്കും ധൈര്യമില്ലല്ലോ. എല്ലാം കൂടെ കെട്ടിപ്പിടിച്ച് വെച്ചോണ്ടിരുന്നോട്ടെ. ഏട്ടൻ പോലും ഇതുവരെ ഒന്നും ആവശ്യപ്പെടാത്ത സ്ഥിതിക്ക് ഞാൻ അച്ഛനോട് എങ്ങനെ ചോദിക്കുക? അച്ഛന് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാലോ? സ്വത്തിനു വേണ്ടി മക്കൾ തമ്മി തല്ലണമെന്നായിരിക്കും. ഗോപൻ എന്താ എഴുതിയിരിക്കണേ? മിനിസ്റ്റർ ഓഫ് ഹെൽത്തിന്റെ റോയൽ അമൻ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സിന് ആവശ്യമുണ്ടത്രേ. പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉടനെ അയക്കണമെന്ന്. നല്ല സാലറിയും ഫ്രീ ഫാമിലി അക്കോമഡേഷനും കാറും ഒക്കെ കിട്ടുമത്രേ. ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ട് എന്ത് കിട്ടാനാ? ഗൾഫിൽ പോകാനൊന്നും അച്ഛൻ സമ്മതിക്കില്ല. നിനക്കറിയില്ലേ, മാധവേട്ടൻ ഡൽഹി പോയതിന് നീരസം അച്ഛൻ ഇതുവരെ മാറിയിട്ടില്ല. എല്ലാരും എപ്പോഴും അടുത്തുണ്ടാണെന്ന് അച്ഛന്റെ ആഗ്രഹം. അതൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ഇവിടെ കിടന്ന് നമ്മുടെ ജീവിതമാ പോണത്. ഇതുപോലെ നല്ല ചാൻസ് എനിക്ക് കിട്ടിയെന്ന് വരില്ല. കുട്ടികളില്ലാത്തവരെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഫേമസ് ഗൈനക്കോളജിസ്റ്റ് അവിടെ ഉണ്ടത്രേ. പല കേസുകളും സക്സസ് ആയിട്ടുണ്ടെന്ന് ഏട്ടൻ എഴുതിയിരിക്കണേ. ഏതായാലും ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുക്കാം. തൽക്കാലം വേറെ ആരും അറിയണ്ട. എല്ലാം ശരിയാവുമ്പോ അച്ഛനോട് പറഞ്ഞാൽ മതി. 4 പാദങ്ങളിലും കൂടി 20 നഖങ്ങളുള്ളത് ശ്രേഷ്ഠതയുടെ ലക്ഷണമാണോ നായരെ? അതെ. അതുകൊണ്ടാണ് പലരും ചെന്ന് നല്ല വില പറഞ്ഞിട്ടും പാലിയത്തുകാർ ഗോപാലിനെ കൊടുക്കാൻ. ശരിയാ. ഇരണ്ടക്കെട്ടുള്ള ആനയാന്ന് തോന്നുന്നല്ലോടോ. വെള്ളറക്കാട്ടിന്ന് വരിക. വെള്ളറക്കാടെന്ന് പറഞ്ഞാൽ ചെഞ്ചേരി മനക്കിലെയാ രാമചന്ദ്രൻ. 3 ദിവസമായി എണ്ണക്കെട്ട് തുടങ്ങിയിട്ട് നീറ്റിറക്കില്ല. ഉണ്ടാവില്ല. തീറ്റയെടുപ്പും കഷ്ടിയാവും. പിടിമുണ്ടിടണുണ്ടോ? ഇല്ല. കുറുപ്പച്ചൻ തന്നെ ചികിത്സിക്കണമെന്നാ തിരുമേനിയുടെ വാശി. ചികിത്സിക്കാനൊന്നും തയ്യാറില്ല. പഥ്യം ഉണ്ടാവും. തെറ്റാണ്ട് നോക്കിക്കോളാം. എന്നാലും അങ്ങോട്ട് മാറ്റി തളയ്ക്ക. നടത്തിക്കോളൂ. ശിവൻ എവിടെ? എവിടെ പോയി കിടക്കണു ഈ കൊശവൻ? ഒന്ന് നിർത്തന്റെ ശിവ. എത്ര തവണയാ പറയണേ? അച്ഛന് പാട്ടും കൂത്തും ഒന്നും ഇഷ്ടമല്ലാന്ന് അറിയില്ലേ നിനക്ക്? പഞ്ചരക്തത്തിലെയാ. ഇത് ഏത് രാഗാന്നറിയോ അമ്മയ്ക്ക്? നാട്ടം വെച്ച് അടങ്ങി ഒതുങ്ങിയിരുന്നു. പുറത്തേക്കൊന്നും എടുക്കണ്ട. നാട്ടില് വേറെ കീർത്തനം കൂടി ഉണ്ട്. അതും ത്യാഗരാജ ഭാഗങ്ങളുടെ. ഇതാവുള്ളൂ. അറിയാം നായരെ. അഷ്ടചൂർണം കൊടുക്കാം ആദ്യം, അല്ലേ? ആയിക്കോട്ടെ. ഗുരുവായൂരിന്ന് കത്തുണ്ടായിരുന്നു. ഒരാഴ്ചയൊന്നും ചെന്ന് നിന്ന് ചികിത്സിക്കാൻ സമയം കിട്ടില്ലെന്ന് ഞാൻ എഴുതിയിരുന്നതാ. ഒരു ദിവസം ഒന്ന് ചെന്നേ. പോണോ? ഒന്ന് പോകുന്നതാ നല്ലതെന്ന് തോന്നുന്നു. കഴിഞ്ഞ കർക്കിടകത്തിലും പോയില്ലാലോ. ദേവസ്വംകാർക്ക് മുഷിപ്പ് തോന്നണ്ട. അച്ഛൻ വിളിച്ചോ? നീ എന്തെടുക്കായിരുന്നു അവിടെ? മരുന്ന് അരിച്ചോ? നീയാ തീർന്നില്ല. ഗുരുത്തക്കേടെ കാണിക്കൂ. ഒരു കാര്യത്തിന് ശുഷ്കാന്തി ഇല്ലാന്ന് വെച്ചാൽ കാലത്തെ പറഞ്ഞിരുന്നതല്ലേ നിന്നോട്? ചോദിച്ചതിന് സമാധാനം പറയാ. പിന്നെന്താ മാന്തം? ഇപ്പൊ ചെയ്തു തീർക്കാം. അത് നിക്കട്ടെ. ആദ്യം ഇതങ്ങോട്ട് കൊടുക്ക. രണ്ടുപേരും പരീക്ഷ നന്നായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ, അല്ലേ? ജയിച്ചാ മാത്രം പോരാ, നല്ല മാർക്ക് വാങ്ങിക്കണം. എനിക്ക് മാർക്കുണ്ടാവുന്ന തീർച്ച. ഞാൻ അമ്പലത്തിൽ പുഷ്പാഞ്ജലി കഴിച്ചിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് എഴുതിയിട്ടില്ലല്ലേ? ദേവി വിചാരിച്ചാലേ ജയിക്കൂ. കൊള്ളാം. പാലം പൊളിഞ്ഞു, കനാൽ ഇടിഞ്ഞു എന്നൊക്കെ പത്രത്തിൽ കണ്ടു കാണുമല്ലോ, അല്ലേ?
ചീത്ത പേരൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. അഴിമതിക്ക് പ്രേരിപ്പിക്കാൻ ധാരാളം പേരുണ്ടാവും. തനിക്കിന്ന് വിദേശത്തു നിന്നൊരു കത്ത് വന്നു കണ്ടല്ലോ, എന്താ വിശേഷിച്ച്? അത് രമയുടെ ഏട്ടന്റെയാ. എനിക്ക് ഗൾഫിലൊരു ജോലി ശരിയാക്കിയിട്ടുണ്ടത്രേ. നല്ല ശമ്പളവും ആനുകൂല്യമൊക്കെ കിട്ടുന്ന എഴുതിയിരിക്കണേ. പോയാലോ എന്ന് ആലോചിക്കുക. വേണ്ട, ഇവിടെ ഇപ്പൊ നിന്റെ ശമ്പളം കൂടുതൽ കിട്ടിയിട്ട് വേണോ കുടുംബം കഴിയാൻ? ആ മോഹം കളഞ്ഞേക്ക്. ഡിസ്പെൻസറിയിൽ തിരക്ക് കുറവൊന്നുമില്ലല്ലോ. നല്ല പ്രാക്ടീസ് ഉണ്ട്. അതുകൊണ്ടങ്ങ് കഴിഞ്ഞാ മതി. ശിവൻ എവിടെ? അവൻ ഊണൊന്നും വേണ്ടേ? അവൻ കുളിക്കുക. എല്ലാരും ഭക്ഷണം കഴിക്കുന്ന നേരത്തെ അവന്റെ കുളി. അത് പണി കഴിഞ്ഞപ്പോ. എന്ത് പണി? മലമറിക്കുന്ന പണിയൊന്നുമില്ലല്ലോ. ഒരു കാര്യത്തിനും കൊള്ളില്ലെന്ന് വെച്ചാൽ